ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ കൊടുമുടിക്കാവിൽ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് അവിടെ ഉത്സവമാണ്, എൻ്റെ വീടിൻ്റെ അവിടെ ഉത്സവമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ രാവിലെ ഇനി അവിടെ തൊഴുതിട്ട് ഉച്ചരിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണം, വീട്ടിലേക്ക് പോകണം. അപ്പം ഞാനും കണ്ണൻകുട്ടിയും ഷാജേട്ടനും കൂടെ അമ്പലത്തിൽ പോണ്. പൂജുട്ടിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പോവാമെന്ന് വെച്ചു. കൊടുമുടി എത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വണ്ടിയിലാണ് പോകണമെന്ന് പറഞ്ഞല്ലോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് വളാഞ്ചേരിക്ക് ഓട്ടോ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്. അപ്പോൾ അതിന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വണ്ടിയിലാവുമ്പോൾ അത് കൊടുമുടിയിൽ ഇറക്കിയിട്ട് നിർത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പോവാം. പിന്നെ വരുമ്പോഴും തന്നെ ബസ്സും വണ്ടിയൊന്നും കാത്ത് നിൽക്കണ്ടല്ലോ, നമ്മുടെ വണ്ടി എടുത്തിട്ട് വേഗം വരികയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത്. കണ്ണൻകുട്ടി ഞാനും ഷാജുട്ടിനാണ് ഇപ്രാവശ്യം പോണത്. എല്ലാ കൊല്ലം പൂജിട്ട് ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ അവൾക്ക് ആ ടൈമിന് എത്താൻ പറ്റിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ആൾ വരാണ്ടിരുന്നത്. പിന്നെ അത്രയും നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ആരും എണീറ്റുമില്ല. അതുകൊണ്ട് തന്നെ പോവാൻ ഒരു 8:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് 8:30 8:45. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക. എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ പോയിട്ട് തൊഴുതിട്ട് നമ്മളിങ്ങോട്ട് പോരും. എന്നിട്ട് ഷാജേട്ടനാണ് അവിടുത്തെ ഉത്സവത്തിന് ഉച്ചയാകുമ്പോൾ പോവുക. നമ്മൾ ഇങ്ങോട്ട് പോവുകയും ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോരും. ഞങ്ങൾ ഇവിടെയും ഉത്സവം കാണും. ഷാജേട്ടൻ അവിടെ ഉത്സവം കൂടിയിട്ട് ഇങ്ങോട്ട് വരും, നമ്മുടെ ഇവിടുത്തെ പൂരത്തിന് വരും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ പറഞ്ഞൊക്കെ നിന്നപ്പോഴേക്കും നമ്മൾ കൊടുമുടി എത്തി. വണ്ടിയൊക്കെ ഇറക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് നടന്നു കേട്ടോ. ഒരുപാട് നടക്കാണ്ടായിരുന്നു. നമ്മളൊരു വേറൊരു വേഗം എത്താമെന്ന് പറഞ്ഞിട്ട് ഷാജേട്ടൻ വളഞ്ഞ് തിരിഞ്ഞ് ഏതൊക്കെയോ പാടത്തു കൂടെ മരവത്തു കൂടെയൊക്കെയാണ് കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് പറ എടുക്കലാണ് കേട്ടോ, പറ നിറയ്ക്കലാണ്. നമുക്ക് എന്താ പറയുക, രസീത്താക്കിയിട്ട് നമുക്ക് വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ തകൃതിയിൽ നടക്കേണ്ട ഓരോരുത്തർ വഴിപാടും കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് ഇന്നിപ്പോൾ വഴിപാടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റില്ല. ഉള്ളിലേക്ക് കയറാൻ തന്നെ നല്ല ക്യൂ ആണ് കേട്ടോ, തൊഴാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതൊക്കെ തൊഴുത് നമ്മൾ ഇത് ശ്രീമൂലസ്ഥാനാണ് കേട്ടോ. അപ്പോൾ അവിടെയും തൊഴുത് നമ്മൾ പോരാണ്. ഇത് പോരല്ല, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക. ചായയുടെ അവിടെയും നല്ല തിരക്കായിരുന്നു. എന്താ വെച്ചാൽ രാവിലത്തെ ആ ഒരു തിരക്ക് എന്ന് പറയണത് അടിപൊളി തിരക്കായിരുന്നു. അങ്ങനെ വരിയൊക്കെ നിന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവ്, ഈ പൊടിയരിയുടെ ഉപ്മാവും പപ്പടും ചായയാണ്. പക്ഷേ ഇതൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർ തൊട്ട് നോക്കില്ല. പക്ഷെ അവിടുത്തെ ഉപ്മാവ് ഒന്നുമില്ല, വെറുതെ ഒരു കടുകും മുളകൊക്കെ പൊട്ടിച്ചിട്ടതാണെങ്കിലും അതിനൊരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അമ്പലത്തിലെ ഫുഡ്, നേർച്ചയുടെ ഫുഡ് അതൊക്കെ സൂപ്പറാണ് കേട്ടോ. പള്ളിയിൽ ചോറ്, നേർച്ച ചോറ്, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ അപ്പുറത്തൊരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് അവിടെയും കൂടെ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. ചേച്ചി ശരണ്യൊക്കെ കൂടെ വരാൻ വേണ്ടിയിട്ട് അവരെത്താറായി. എന്ന് അവരെയും കൂടെ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെയും കൂടെ തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് കാലം മുന്നേ വന്നതാട്ടോ. കൊടുമുടിക്കാവിൽ തൊഴുതിട്ട് ഇങ്ങോട്ട് പോരുന്നല്ലാതെ ഇവിടേക്കൊക്കെ വല്ലപ്പോഴും ആണ്ടിനും സംക്രാന്തിക്കൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുക. നല്ല അമ്പലമാട്ടോ. അതിൻ്റെ അപ്പുറത്ത് പുഴയുണ്ട്, ഇതിൻ്റെ മുൻവശത്ത് തന്നെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും തൊഴുതൊക്കെ ഇറങ്ങി. അപ്പം അടിപൊളിയായിട്ട് തിരക്കുണ്ടെങ്കിൽ എല്ലായിടും ഒക്കെ ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് പറ്റി. ഇതാണ് കേട്ടോ പുഴ. അപ്പോൾ വെള്ളമൊന്നുമില്ല, എന്നാലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാവും. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് ഞാനും കണ്ണൻകുട്ടിയും വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുക. അപ്പോഴേക്ക് ശരണയൊക്കെ വരാനായി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങോട്ട് പോരാൻ വേണമല്ലോ. ബ്ലോക്ക് ആകുമ്പോഴേക്കും പോന്നിട്ടില്ലെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മൾ മേലെയാണ് വണ്ടി ഇട്ടത്. പിന്നെ ഒരു ഉള്ളോട്ടുള്ളൊരു വഴി കൂടെയൊക്കെ, കുടുകൂസ് വഴി കൂടെ ഇങ്ങോട്ട് പോരുക ചെയ്തത്. അതുകൊണ്ട് തന്നെ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ അലുവയും മുറുക്കും പൊരിയും കാര്യങ്ങളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ശരണയും പിള്ളേരും ശരത്തൊക്കെ കൂടെ വന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്പു ക്യാമറയ്ക്ക് നോക്കണില്ല. അപ്പോൾ അമ്മയോട് ക്യാമറയ്ക്ക് നോക്കാൻ പറയണം. അമ്പു ക്യാമറയ്ക്ക് നോക്കാൻ പറഞ്ഞിട്ടല്ല, മുഖത്തേക്ക് തന്നെ നോക്കില്ല ചില സമയത്ത്. അവൾക്ക് ഇങ്ങനെ ഒരു പരിചയം ആയി വരണം. അങ്ങനെയാണെങ്കിൽ നല്ലോണം സംസാരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഷൈ ആയിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട്, നമ്മുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി. ആ വരുന്ന വശത്തൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ കളിപ്പാട്ടങ്ങളുടെ കടകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ കൊടുമുടിക്കാവിലൊക്കെ പോയി തൊഴുതു വന്നു കേട്ടോ. ഇനി നമുക്ക് പൂജിട്ടി വന്നിട്ട് അങ്ങോട്ട് പോകണം, അമ്മയുടെ അടുത്തേക്ക് പോകണം. അവിടെ ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ചൊരു അടിച്ചു വാരി തുടയ്ക്കാനും ഉണ്ട്. തുടയ്ക്കുന്നില്ല, അടിച്ചു വാരിയിടാം. എന്നാലും ഇപ്പോൾ വൈകിട്ട് തുടച്ചതല്ലേ. പിന്നെ അലക്കിയത് കുറച്ച് ഉണക്കാനും ഉണ്ട്. ഫുഡൊക്കെ നമ്മുടെ അടുത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും നമുക്കൊന്ന് വെക്കണ്ട, ഫ്രീയാ. പിന്നെ ഇതിൻ്റെ ടോപ്പ് കാണുന്നുണ്ടോ? കാണിച്ചു തരാം. ഫ്ലിപ്കാർട്ടത്തെയാണ് കേട്ടോ. കാണാനുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നല്ല കളറാണ്.
കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് തുണിക്ക്, ഇടാനും വേണ്ടിയിട്ട് സുഖമാണ് കേട്ടോ. കോട്ടൻ്റെ ഒക്കെ തന്നെയാണ്. കാണാൻ വീഡിയോയിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് ഇടാനും സുഖം, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. 200 സംതിങ്ങിന് ലാഭം തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് അടിച്ചു വാരിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും പൂജിറ്റി വരും. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മയടുത്തേക്ക് പോയിട്ട് അവിടുന്ന് ചോറും കാര്യങ്ങളൊക്കെ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ആ ക്ലീനിങ്ങും കാര്യങ്ങളും അതിന് മാത്രമൊന്നുമില്ല, അടിച്ചു വാരണല്ലേ ഉള്ളൂ, എന്നാലും കാണിക്കാം മാക്സിമം ബ്ലോഗിൽ. അപ്പം നമുക്കിനി ഉച്ചരിഞ്ഞത്തെ പൂരത്തിൻ്റെ വിശേഷം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു, കുറച്ച് കലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെയിലത്ത് അങ്ങോട്ട് ഉണങ്ങിക്കോളും. പിന്നെ പൂജിട്ടി വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ഉണങ്ങി മടക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഉച്ചയാകുമ്പോഴേക്കും പൂജിട്ടി വരും കേട്ടോ. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ തുണിയൊക്കെ എടുത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുക. നമ്മൾ തലേ ദിവസം തുടച്ചുകൊണ്ട് തന്നെ, തുടക്കിയൊന്നും വേണ്ട, പക്ഷേ രാവിലത്തെ അലമ്പും അലങ്കോലൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നട്ടപ്പാതിരക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അയ്യേ എന്ന് തോന്നില്ല. അപ്പോൾ രാവിലെ നീറ്റാലും ഒരു സമാധാനം ഉണ്ടാവും. മറ്റേത് ഇങ്ങനെ അലമ്പായിട്ട് രാത്രി കയറി വന്ന് കിടന്ന് രാവിലെ നീക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് നല്ല വെയിലായിട്ട് അപ്പോഴേക്കും നമ്മൾ വന്നപ്പോഴത്തേക്കും നല്ല വെയിലാണ്, അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടായിരുന്നു കേട്ടോ. ആൾക്കാരുടെ തിരക്കും ചൂടും ഒക്കെ കൂടെ ആയിട്ട് കണ്ണൻകുട്ടി വന്ന പാടന്നെ തറവാട്ടിലേക്ക് പോയി, എൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കൂടെ വരുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഞാനും ഷാജേട്ടനും ഇവിടെ ഉണ്ട്, പൂജിട്ടി വന്നിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ നേരെ അടിച്ചു വരാൻ വേണ്ടി നിന്നു. ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തായിരിക്കും കേട്ടോ. തോർത്ത് ഇവിടെ, വേറെയുള്ളത് അപ്പുറത്ത്, കുറച്ച് തുണികൾ ഇവിടെ, കണ്ണൻകുട്ടിയുടെ പാൻറ്റ് അവിടെ, അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് പോവും. അയൺ ബോക്സ് നിലത്തായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് പോയാൽ വന്നു കഴിഞ്ഞൊരു മനസ്സമാധാനം തോന്നും. അപ്പോൾ അതൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുക. എല്ലാ റൂമും ഒരേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓരോ പോണ്ടേൻ്റെ ഈ ഒരുക്കാനങ്ങളും കാര്യങ്ങളും ഈ റൂമിലാണ് കാണാൻ. എന്താ വെച്ചാൽ 10 ഡ്രസ്സ് വലിച്ചിടും ഒരു ട്രൗസറിന് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൻ്റെ റൂമും അലങ്കോലാണ്, പൂജിയുടെ റൂം പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അടിച്ചു വാരി ഇടണേ ഉള്ളൂ, തുടക്കേണ്ട ആവശ്യമില്ല, വലിയ അലമ്പൊന്നുമില്ല. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദാഹമാണ് കൂടുതൽ ഈ ചൂട് കാരണം. നമുക്ക് ഉമ്മറത്ത് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഉമ്മറത്തൊക്കെ അത്രയും വെയിലാണ്. ആ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ട് ഇപ്പം നമുക്ക് ഇങ്ങോട്ടാണ് വെയിലടിക്കണം. അവിടുത്തെ മരമൊക്കെ വെട്ടിയതിനെ കൊണ്ട്. അല്ലെങ്കിൽ നല്ല സുഖമാണ് ഇവിടെ ഈ പടിയിട്ടിരിക്കണ ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. കറണ്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഉമ്മറത്ത് ഇവിടെ ഈ പടിയിട്ടിരിക്കണ ഇവിടെ വന്നിട്ട് നമ്മൾ തലയണ വെച്ചിട്ട് നിലത്ത് കിടക്കുക ചെയ്യാറ്. പക്ഷെ അവിടെ ഒന്നും ഇപ്പം ഇരിക്കാൻ പോലും പറ്റണില്ല. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ചധികം ദാഹമുള്ളത് കാരണം കുറച്ചധികം വെള്ളം കുടിക്കാം. എന്തൊരു ദാഹം എന്ന് പറയാൻ അറിയണില്ല കേട്ടോ. അപ്പോൾ ഷാജേട്ടൻ നമുക്ക് ഇവിടെ വാങ്ങി കൊണ്ടുവന്നിരുന്ന നന്നാരിയുടെ കുറച്ചുണ്ടിരിക്കുന്നു. ഒരു ചെറുനാരങ്ങ കൂടെ എടുത്തിട്ട് നമുക്കിത് വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇപ്പോൾ ഫുഡിനെക്കാട്ടിൽ കൂടുതൽ വെള്ളമാണ് കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുഴഞ്ഞു പോവും, അത്രയും ചൂടാണ്. എനിക്ക് ഒന്നാമതേ ചൂട് കൂടുതൽ, എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. എനിക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് ഇവിടെ താങ്ങാൻ പറ്റാത്ത ആൾ. തണുപ്പ് എനിക്ക് എത്രയും വിഷയമില്ല, എനിക്ക് ചൂടെടുത്ത് കൂടെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും ഇങ്ങോട്ട് കുഴക്കും ക്ഷീണവും കേടും ഒക്കെ കൂടെ വരും. അതാണെങ്കിൽ വെള്ളം കൂടി കമ്മിയാണ്. അപ്പോൾ ഈ വേദനയും പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് നന്നാരി ഉണ്ടാക്കിയിട്ട് കുടിച്ചു. ഒരു ഗ്ലാസ് ഷാജേട്ടനും കൊടുത്തു. പൂജിട്ടിക്ക് ഒരു ഗ്ലാസ് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തു. അവൾ വന്നിട്ട് കൊടുക്കാൻ. എന്നിട്ട് പൂജിട്ടി വന്നപ്പോൾ വേഗം മാറ്റി ഇറങ്ങി ടപ്പേന്നതിന് ഓടുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോണത്. അത് അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ രാത്രി പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി എടുത്ത് പോരാ. മറ്റേത് ആ സമയത്ത് നമുക്ക് ഓട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഓട്ടോറിക്ഷയൊക്കെ അവരൊക്കെ ഈ പൂരത്തിൻ്റെ തിരക്കിലാവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അവിടെ മേലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്താണ് വരണമെന്ന് തോന്നിയാൽ അതെടുത്ത് പോരാലോ വിചാരിച്ചിട്ട് നമ്മൾ രാത്രി ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോരും. എത്ര വൈകിയാലും അത്ര വലിയ ദൂരമൊന്നുമില്ല അവിടെ തന്നെ. അവിടെ ഇതാണ് നമ്മുടെ കക്കഞ്ചറ തോടും അങ്ങാടിയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് കയറുക. ഇവിടെ അമ്മയൊന്നുമില്ല കേട്ടോ. അമ്മയും ശ്രുതിയും എഴുത്തിയമ്മയുടെ അമ്മയും ശ്രുതിയല്ല അമ്മയും എഴുത്തിയമ്മയുടെ അമ്മയും എല്ലാവരും കൂടെ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ താട്ടനും ബാബു ശ്രുതിയൊക്കെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ കയറിയ പാടെ ഞങ്ങൾക്ക് ചോറ് വിളമ്പിട്ടോ. ചോറും ചിക്കൻ കറിയും ഉപ്പേരിയും പിന്നെ പയറുതോരനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി കഴിക്കുകയാണ്. അവരെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ എല്ലാവരും അലമ്പ് ഡ്രസ്സിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് വന്നപാടെ അമ്മയും പിള്ളേരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ എടുത്തിയമ്മയുടെ അമ്മ. ഇതിൻ്റെ അമ്മ. 2 പിള്ളേർ, ഒന്ന് ഏട്ടൻ്റെ, ചെറുത് ഏട്ടൻ്റെ, വലുത് അനിയൻ്റെ. അപ്പോൾ ഇവരെല്ലാം കൂടെ ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിത്തൂടെ അന്നത്തെ നാടോടി നൃത്തത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സമ്മാനം കിട്ടിയത് കൊണ്ടുവന്ന് കാണിച്ചു തരാണേ.
അപ്പോൾ അതൊക്കെ വലിയ പുലിവിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നപ്പോൾ അതൊക്കെ കാര്യമായിട്ട് പറഞ്ഞ് നമ്മൾ ഉമ്മയൊക്കെ കൊടുത്ത് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉമ്മറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് എല്ലാവരും ഉണ്ട്. ശ്രുതിയുണ്ട്, എടുത്തിയമ്മയുടെ അമ്മ ഉണ്ട്, ഞാനും അമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട്, പൂജിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ സിത്തുമ്മ വന്ന് ഞങ്ങൾ നടുക്കരുന്നതാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ തെയ്യത്തിൻ്റെ മേക്കപ്പ് ചെയ്യണത് നമുക്ക് വീഡിയോയിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഏട്ടൻ. മുഖം കാണിക്കില്ല, ഏട്ടനും അനിയനും വലിയ മടിയ. പിന്നെ കാണിക്കാൻ താല്പര്യമില്ല നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് അവന് സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കാൻ കേട്ടോ. ഈ തേച്ച സാധനങ്ങളൊക്കെ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ ഞാൻ ഈ അലോവേരയുടെ ജെല്ല് മാത്രമേ ഞാൻ തേക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വാരി പൂശി കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ ഒരുക്കാൻ വേണ്ടിയിട്ട് പണ്ടും അവന് നല്ല ഇഷ്ടമാട്ടോ. അതേപോലെ തന്നെയാണ് അനിയനും. ആ സമയത്ത് അവൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ അവനും അത് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അവനൊക്കെ ഒരുക്കി, ഞങ്ങളൊക്കെ ഒരുങ്ങി, എല്ലാവരും കൂടെ ഇറങ്ങി. ഇതാണ് എൻ്റെ ഏടത്തിയമ്മ, ഏട്ടൻ്റെ വൈഫ് കേട്ടോ. ഇത് ഏട്ടൻ്റെ മോന, പിന്നെ ഇത് ഏട്ടൻ്റെ മോള്. ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി. ഏട്ടൻ്റെ ഭാര്യ, 2 പിള്ളേർ. അപ്പോൾ പിന്നെ അനിയൻ്റെ വൈഫ്, അവൾ പ്രഗ്നൻ്റാ, 8 മാസമായിട്ടിരിക്കുക. അവളിനി ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, മാക്സിയിലായിരിക്കുന്നത് കൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. നമുക്കിനി പൂരത്തിന് പോകുമ്പോൾ കാണിക്കാം കേട്ടോ. ഞങ്ങളിത് ഈ തെയ്യത്തിന് മേക്കപ്പൊക്കെ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ട് കൂടെ പോവുക കാവുമ്പുറത്ത്. അവിടെ നിന്നാണ് ഇവരുടെയൊക്കെ വരവ്, ഏട്ടൻ്റെയും അനിയൻ്റെയൊക്കെ വരവ് കാവുമ്പുറത്ത് നിന്നാണ്. നമ്മുടെ ഇതാണ് കേട്ടോ കാവുമ്പുറത്ത് ഇവരുടെ കാളിയും കാര്യങ്ങളൊക്കെ, ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ ടീമിൻ്റെ ഇതാണ്. ഇനി ഇവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ മേക്കപ്പൊക്കെ ചെയ്യുന്ന, ഈ തെയ്യത്തിൻ്റെ മേക്കപ്പൊക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾക്ക് മുന്നേ പരിചയം ഉണ്ടെന്ന് വെച്ചാൽ ഇവരുടെ വീടിൻ്റെ അടുത്തായിരുന്നു പണ്ട് നമ്മുടെ വീട്. ആദ്യത്തെ വീട് ഈ ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടൻ, കുഞ്ഞാണി എന്നൊക്കെ പറയും, സുരേഷ്, സുജീഷ് എന്നൊക്കെയാണ് അവരുടെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ നല്ലോണം പരിചയമുണ്ട്. ഇവരെ വീട്ടിൽ കിടന്നിട്ടാണ് ഞങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നത്. അത്രയും ചെറുപ്പം മുതൽ അവിടെയായിരുന്നു. പിന്നെയാണ് നമ്മളവിടെയൊക്കെ വിറ്റിട്ട് ഇവിടെ താമസാക്കിയത്. അപ്പോൾ ഇവരാണ് മേക്കപ്പ് ഇടുന്നത്, അല്ല ഇവരുടെയാണ് തെയ്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ വരയ്ക്കുക, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ്. മുന്നേ ഷാജേട്ടൻ ഇങ്ങനെ തെയ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇവരുടെ ഒരു ഫ്രണ്ട്സൊക്കെ കൂടെ ചെയ്തായിരുന്നു. അതൊക്കെ പൊട്ടിപ്പാളീസായി, അത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോഴേക്കും കുറച്ചുകൂടെ നേരം വൈകി. ഇരുട്ടാകുമ്പോൾ പിന്നെ ക്യാമറ ക്ലാരിറ്റി ഇല്ല എന്ന് ആവുമല്ലോ, നമുക്ക് ഇരുട്ടാവും, അവിടെ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ചെയ്യണവരൊക്കെ, ഈ വരയ്ക്കണ കുട്ടി, പിന്നെ വേറൊരു ആളും കൂടെ ഉണ്ട്. അവനുമാണ് നമ്മൾ ഒരുമിച്ച് കളിച്ചതും വളർന്നതും ഒക്കെ നമ്മൾ ഇവരുടെ കൂടെയാണ് കേട്ടോ. പണ്ട് അവരുടെ സ്ഥലത്തായിരുന്നു, ഇവരുടെ പറമ്പിൻ്റെ അടുത്തായിരുന്നു നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിയിരുന്ന അച്ഛൻ പണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ടിട്ട്, ഇവർ കാവുമ്പുറത്തുള്ളതാണ്, തെയ്യം കാര്യങ്ങളൊക്കെ ഇവരുടെ തന്നെയാണ്. കുറേ പൂരങ്ങളും കാര്യങ്ങളൊക്കെ ഇവരുടെ ഉത്സവമൊക്കെ ഈ ഭാഗത്തുള്ളതൊക്കെ ഇവരുടെ ടീമാണ് കേട്ടോ ചെയ്യാം. പേര് ദേവകല എന്നാണ് തോന്നുന്നു, എനിക്ക് മറന്നു അതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. പിള്ളേർക്ക് വെള്ളമൊക്കെ വാങ്ങിയിട്ട്. ഇത് നമ്മുടെ അവിടുത്തെ ചാത്തങ്കാവിലേക്ക് പോണ വഴിക്കിലുള്ള പിന്നെ പൂരത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും കടകളും പൊരിയും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ ചെന്നപ്പോഴേക്കും അമ്മ ചക്കക്കൂട്ടാനല്ല ചക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് നേരെ താഴേക്ക് അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ എഴുന്നള്ളിപ്പ് വരാറായിട്ടുണ്ട്. എഴുന്നള്ളിപ്പ് അവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് അമ്പലത്തേക്ക് കയറുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. ഇതാണ് അനിയൻ്റെ വൈഫ് കേട്ടോ. ഏതാ വെച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് ടോപ്പ് ഇട്ടത്, ഇതിൻ്റെ മോളാണ്. അമ്മയുടെ അപ്പുറത്ത് നിൽക്കുന്നതാണ് അനിയൻ്റെ വൈഫ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഏടത്തിയമ്മയുടെ അമ്മ, പിന്നെ ഞാൻ, ഏടത്തിയമ്മ, അങ്ങനെ എല്ലാവരും കൂടിയാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുന്ന് ഒരു പറമ്പ് ഇങ്ങോട്ട് കടന്നാൽ പൂരത്തിൻ്റെ സ്ഥലമെത്തി, അത്രയേ ഉള്ളൂ കേട്ടോ. അധികം ഒന്നും ദൂരമല്ല. അങ്ങനെ അമ്പലത്തിൻ്റെ വരവുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തിറയും പിന്നെന്തുണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള വാദ്യമേളങ്ങളും ഘോഷങ്ങളൊക്കെ. ഇത് അമ്പലത്തിൻ്റെ വകയായിട്ടുള്ളതാണ്. ഇതാണ് അമ്പലം. നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾ ചെറുപ്പം മുതൽ, ചെറുതിൽ മുതൽ അച്ഛൻ എല്ലാ കൊല്ലം മുടങ്ങാണ്ട് ഞങ്ങളെ കൊണ്ടുവരുന്ന പൂരാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ വല്ല ഡെലിവറി ആയിട്ട് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മരണം കാര്യങ്ങളൊക്കെ ആവണ സമയത്ത്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഞങ്ങൾ ഈ പൂരത്തിന് പോവാണ്ടിരിക്കുള്ളൂ. അല്ലാത്ത എല്ലാ കൊല്ലങ്ങളിലും നമ്മൾ മുടങ്ങാതെ പോകും. നമ്മുടെ വീടിൻ്റെ അടുത്തുമാണ്. അതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം കാവുമ്പുറത്താണ് വീട് പറഞ്ഞിരുന്നില്ലേ, അന്ന് പോലും നമ്മൾ ഇവിടുത്തെ പൂരത്തിന് വരാറുണ്ടായിരുന്നു. ഇത് വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ വരവ് കയറുകയാണ് കേട്ടോ. ബാക്കിൽ ആന ഉണ്ട്. എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ കുറച്ച് മാറിയൊക്കെ നിന്നിട്ട് ആനേനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് കുറച്ചൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ആനയ്ക്ക് എപ്പോഴാണ് പ്രാന്തളകുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ, ദേഷ്യം വരിക എന്നുള്ളത്. ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പേടിയിൽ എനിക്ക് സ്വതവേ ഇതിനെ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാറി നിന്നിട്ട് ഞാനും പൂജിറ്റും കൂടി വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഈ ദീപങ്ങളൊക്കെ അങ്ങനെ തെളിയിച്ച് ഈ ആന എഴുന്നള്ളുന്നതും വെളിച്ചപ്പാടിൻ്റെയും വാദ്യങ്ങളും മേളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഒരു കുഞ്ഞ് വീടുണ്ട് ഈ പൂരം കാണുന്നതിൻ്റെ അപ്പുറത്ത്, താഴെ ആ ഗ്രൗണ്ടിൽ തന്നെ. അവിടെയാണ് നമ്മൾ എല്ലാ കൊല്ലം പോയിരിക്കുക. പിന്നെ വരവ് കാണുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും, കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചവിടെ പോയിരിക്കും. അങ്ങനെ പിന്നെ ഇപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ആൾ പ്രഗ്നൻറ്റും കൂടെ ആവുക കാരണം കുറേ നേരം നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ആൾ അവിടെ ഒരു കസേരയിൽ സേഫ് ആക്കിയിട്ട് അവിടെ ഇരുത്തി അമ്മേനെ എല്ലാവരും കൂടി. എന്നിട്ട് നമുക്ക് ഇനി ഇത് പൂരം കാണാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മറ്റേതിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്ഥലം പോയാൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് അവിടുത്തെ അമ്പലത്തിൻ്റെ കാളവരവും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കയറി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, ഞാനും അമ്മായിയും ശ്രുതിയും എല്ലാവരും കൂടെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് പോരും. ഇവിടെ തന്നെ ഈ പറമ്പിൽ തന്നെയാണ് ഉത്സവം കയറുക. ഈ ഒരു ശിങ്കാരിമേളത്തിൻ്റെ കാര്യം പറയാനില്ല കേട്ടോ. എന്തൊരു എനർജിയും സൂപ്പറായിരുന്നു കേട്ടോ. ഇവരുടെ ട്രൂപ്പിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല, പക്ഷെ നമുക്കതിങ്ങനെ കണ്ട് നിന്ന് പോവും. എന്ത് ചന്തായിട്ടാണ് പിള്ളേർ കളിക്കണമെന്ന് അറിയാം. കൊട്ടും അവരുടെ എനർജിയും അവരുടെ കളിയും എല്ലാം കൂടെ സൂപ്പറായിരുന്നു. ഞാനും പൂജട്ടിയൊക്കെ അവിടുന്ന് ഫ്രണ്ടിലേ പോയെന്നു. അത്രയും രസം. പിള്ളേരൊക്കെ അവർ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേരൊക്കെ. ചില പിള്ളേർ കളിക്കുന്നുണ്ട്, ചില പിള്ളേർ മടിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് പെൺകുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ. അവരുടെ കാര്യം പറയേണ്ടതില്ല. ഈ കുട്ടണേക്കാട്ടിൽ എനർജിയാണ് കളിക്കുന്ന പിള്ളേർക്ക്. സൂപ്പറായിരുന്നു ഈ ഒരു പൂരം. ഈ ഒരു ശിങ്കാരിമേളം ഈ പിള്ളേരുടെ ഡാൻസും കണ്ടതിൽ എനിക്ക് മുതലായി. അത്രയും സൂപ്പർ വരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ സൗണ്ട് ഇടാത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ വരവ് വരാൻ വേണ്ടി കുറേ സമയമെടുക്കും, താട്ടൻ്റെയും ബാബുവിൻ്റെ ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. നല്ല സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും പുളിയഞ്ചി അച്ചാറും മത്തനും പയറും അവിയലും പപ്പടും എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ മോരുകറി ഉണ്ട്, രസമുണ്ട്. സൂപ്പർ. ഉച്ചയ്ക്കും ഉണ്ട് രാത്രി ഉണ്ട് കേട്ടോ. അവിടെ ഫുഡ് ഇതൊക്കെ അമ്പലം വകയാ, ഒരു പിരിവ് പോലും പുറത്തുനിന്നില്ല. അതെല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാനും പൂജും രാത്രി എല്ലാവരും കൂടെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും രാത്രി അവിടെ നിന്ന് തന്നെയാണ് കഴിച്ച്. അതൊക്കെ കഴിഞ്ഞ് വെറുതെ അമ്മേനെയൊക്കെ കൂട്ടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോറടിക്കല്ലേ. അപ്പോൾ വരവൊന്നുമില്ല കേട്ടോ. നമ്മുടെ കക്കഞ്ചിറ അങ്ങാടിയിൽ നിന്ന് വരവുണ്ടാവും. പിന്നെ ഇവിടെ താട്ടൻ്റെ ബാബുവിൻ്റെയും കാവുമ്പുറത്തെ വരവാണ്. പക്ഷെ നമ്മുടെ കക്കഞ്ചിറയിൽ 2 ഏട്ടന്മാർ പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ട് അവർ ഇപ്രാവശ്യം വരവില്ല. അത് ഗംഭീര വരവാട്ടോ, അടിപൊളി വരവായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു നമ്മുടെ കൂടെയുള്ള നമ്മളത്രയും പരിചയമുള്ള നമ്മുടെ നാട്ടിലുള്ള ഏട്ടന്മാരാണ്. അത് ഇങ്ങനെ മരണം നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമല്ലല്ലോ. അപ്പോൾ അത് കാരണം പ്രാവശ്യം അവിടെ നിന്ന് വരവില്ല. അതുകൊണ്ട് തന്നെ ഉത്സവം വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, അങ്ങനെ പറയാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങളൊരു ഓംലെറ്റ്, നമുക്ക് ഈ പൂരത്തിന് വന്നാൽ ഏറ്റവും നോസ്റ്റ് അടിക്കുന്ന ഒരു സംഭവമാണ് ഓംലെറ്റ് കഴിക്കുക എന്നുള്ളത്. ഇത് വീട്ടിൽ നിന്നൊക്കെ കഴിച്ചാലും ഇതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഡബിൾ അടിച്ചു. ശ്രുതിക്ക് വേണ്ടാന്ന് പറഞ്ഞു, പൂജട്ടിക്കും വേണ്ട പറഞ്ഞു. ഫുഡ് കഴിച്ചങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ എനിക്കിത് എവിടെ നിന്ന് കഴിക്കുന്നത് ഭയങ്കര പണ്ടൊക്കെ മടിയായിരുന്നു കേട്ടോ. അങ്ങനെ പൂരപ്പറമ്പിൽ ഐസ് കഴിക്കുക, ഇതൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ ബാബുവാണ് ഞങ്ങൾ പൂരപ്പറമ്പിൽ നിന്ന് എന്താ കഴിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി വാങ്ങി അവിടെ നിന്ന് കഴിച്ചു പോരുന്നത്. അന്നൊക്കെ മടിയല്ലേ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അമ്മയെ കൂട്ടി ഇവരൊക്കെ കൂട്ടി ഞാൻ പോയി. നമ്മൾ കഴിച്ച് വന്നപ്പോഴേക്കും ഇതാണ് അനിയൻ്റെയൊക്കെ വരവ് കയറണം കേട്ടോ. അതാണ് തിറ, 4 എണ്ണം ഉണ്ടായിരുന്നു. ഇതൊക്കെ കയറി. ഇനിയിപ്പോൾ എന്താ ബാൻഡ് സെറ്റും ഉണ്ട്, കാളയുടെ ഒരു വരവും. അതാണ് ഇവരുടെ. ഇതോടുകൂടെ വരവിൻ്റെ കാര്യങ്ങൾ തീരുമാനമായി. ഇനി നമുക്ക് രാത്രിയിൽ നാടൻപാട്ടാണ് കേട്ടോ ഉള്ളത്. ഈ സമയമാകുമ്പോഴേക്കും പൂജട്ടിക്ക് അടിപൊളി തലവേദന ഇളകിയിട്ട് പോരാ എന്നുള്ളൊരു സ്റ്റേജിലെത്തി. ഞാൻ പിന്നെ ഏതായാലും പോയതല്ലേ. അപ്പോൾ ഇവരുടെ വരവ് കയറിയിട്ട് 11 മണിയൊക്കെ കഴിഞ്ഞു വരവ് കയറാൻ വേണ്ടിയിട്ട്. തായമ്പക ഉണ്ടായിരുന്നു, അത് ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അത് തായമ്പക കൊട്ടി തീർന്നാലാണ് ഇവരുടെ വരവ് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. കാളയും കുഞ്ഞ കാളയെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. തിറയും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. നമ്മുടെ കക്കഞ്ചിറയിലെ വരവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മുടെ നാടൻപാട്ട് തുടങ്ങിയപ്പോഴേക്കും പൂജട്ടിക്ക് അസാധ്യ തലവേദന കാരണം ഞങ്ങൾ അവിടെ നിന്ന് നീറ്റ് പോന്നു. അപ്പോൾ ഈ കൊല്ലത്തെ ഉത്സവം ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാത്തങ്കാവിലെ ഉത്സവം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ നാലുപുറത്ത് വേറെ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.